കേരളത്തിൽ ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിതാന്ത ജാഗ്രതയിലൂടെയാണ് വൈറസ് വകഭേദം കണ്ടെത്തിയതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ മികച്ചതാണെന്നും കേരളം ആദ്യം തന്നെ കണ്ടെത്തിയെന്നുള്ളതാണ് പ്രത്യേകതയെന്നും വീണ ജോർജ് പറഞ്ഞു. ഒമിക്രോൺ വൈറസാണ് കേരളത്തിലും റിപ്പോർട്ട് ചെയ്തത്. ജനിതക പരിശോധനയിലാണ് വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടത്. ഒമിക്രോൺ JN1 എന്ന വകഭേദമാണ് ജനിതക പരിശോധനയിൽ കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ആശങ്ക വേണ്ട എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. പരിശോധന കർക്കശമാക്കിയെന്നും പ്രായമായവരും മറ്റ് അസുഖങ്ങളുള്ളവരും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ്. അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ കുറേ 2-3 മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ജീനോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു. അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇത് ഉണ്ട്. പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്നുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തി എന്നുള്ളതാണ്. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. ഈ എക്കാലത്തേതും എന്നതുപോലെ തന്നെ നമ്മൾ അതിന് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു തെളിവാണ് ഞാൻ പറഞ്ഞത്. സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ പരിശോധിച്ചപ്പോൾ ഈ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല. ഡിസംബർ 8 തിരുവനന്തപുരത്തെ കരകുളത്ത് നിന്ന് ശേഖരിച്ച കോവിഡ് പോസിറ്റീവ് സാമ്പിളിലാണ് പുതിയ ഉപവകഭേദം കണ്ടെത്തിയത്. വിദേശ രാജ്യങ്ങളിലും സമാനമായ വൈറസ് വകഭേദം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ സൂക്ഷ്മമായി നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.